പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 17 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത്. കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സഭായോഗം കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തില്ലേ? കരമുയർത്തി ആ കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്തോത്രം സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിന് കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അങ്ങെത്ര നല്ലവൻ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങെത്ര മഹോന്നതൻ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് മനസ്സലിവുള്ള ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച്. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായ ഒരു ഉണർവിന് ആമേൻ ഇന്നത്തെ പകൽക്കാലം കാരണമായി തീരട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയാൽ ഉപയോഗിക്കപ്പെടട്ടെ. അങ്ങേക്ക് പ്രയോജനമുള്ളവരായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ. അങ്ങയുടെ പ്രത്യേക കരുണയും കൃപയും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇവർ അങ്ങയുടെ കൈകളിലെ ഇണങ്ങിയ ആയുധങ്ങളായി തീരട്ടെ. അങ്ങയുടെ കൈകളിലെ ആമേൻ ഇണങ്ങിയ ആയുധങ്ങളാക്കി കർത്താവ് ഇവരെ തീർക്കുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിലുള്ള എല്ലാം നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. ആന്തരിക അവയവങ്ങൾ നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. ബാഹ്യ അവയവങ്ങൾ നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. ബ്ലഡ് നോർമലായി ഫ്ലോ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവികാരോഗ്യമുള്ളവരായി ഇവർ തീർന്നിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ ക്ലേശങ്ങളിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവർക്ക് വിടുതലയക്കണം. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ യഹോവ ജൈറ, ഞങ്ങളെ കരുതുന്നവൻ, ഞങ്ങളുടെ പ്രൊവൈഡർ അങ്ങാകിയാൽ സ്തോത്രം. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യങ് ജനറേഷൻ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ സേവിച്ച് ഈ അന്ത്യകാലത്ത് അങ്ങയുടെ കൈകളിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി കർത്താവ് തീർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ദൈവകൃപ കൊണ്ട് അവരെ പൊതിയണം. അനേകർക്ക് ബ്ലെസ്സിങ് ആക്കി അവരെ തീർക്കണം. ഒരു വലിയ ഉണർവിന് വേണ്ടി ആമേൻ ഇന്ന് തീർക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 24 ആരംഭിക്കുന്നത്. അതായത് ഇന്ന് 17 ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച മുതലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. പ്രത്യേകം പ്രാർത്ഥിക്കണം. ആമേൻ. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ എവിടെയെങ്കിലും ജീവിതത്തിൽ സ്ഥാനങ്ങൾ തെറ്റി നിൽക്കുന്ന പ്രാർത്ഥനയാകാം, ആത്മീയ ജീവിതത്തിലാകാം, കുടുംബജീവിതത്തിലാകാം, എവിടെയാണെങ്കിലും അവിടെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകം ആമേൻ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആലോചന ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ ആരംഭവാക്യമാണ്. അവിടെ പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവരോടൊരു ഉപമ പറഞ്ഞു. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം.
ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ശബ്ദം കേൾക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതി വലുതാണ്. ചെറിയ പദ്ധതി നമ്മളെ ആരെക്കുറിച്ചുമില്ല. ആമേൻ. യെരമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ വലുതാണ്. അത് നല്ല വിചാരങ്ങളാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളത്. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ അസാധാരണക്കാരാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ അന്ത്യകാലത്ത് കർത്താവ് നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയുണ്ടെങ്കിലേ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ ചെറിയ പ്രാർത്ഥനകളിൽ നിന്ന് മാറി ലോങ് ടൈം പ്രാർത്ഥിക്കുന്നവരായി തീരണം. ആമേൻ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരണം. എൻകറേജ് അതേഴ്സ്, മറ്റുള്ളവരെ കൂടെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരണം. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നിങ്ങളുടെ ചർച്ചിലുള്ളവരെയും നിങ്ങളുടെ കൂട്ടുകാരെയും സഹവിശ്വാസികളെയും ഒക്കെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ചോദിക്കണം, നിങ്ങൾ ഇന്ന് എത്ര നേരം പ്രാർത്ഥിച്ചു, എത്ര നേരം പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കണം. നമ്മൾ ചോദിക്കുക എത്ര നേരം പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അവരോട് ചോദിക്കണം, നിങ്ങൾ ഇന്ന് എത്ര നേരം പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ച് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ എൻകറേജ് ചെയ്യണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എപ്പോഴും ശക്തനായിരിക്കും. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും ഉയർച്ച പ്രാപിക്കും. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ സ്വർഗം തുറന്നിരിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ സദാ കൂടെ നിൽക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബങ്ങളുമായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ കഴിയുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്നു വെക്കുന്നത് പോലെ. മൊബൈൽ ചാർജ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മൊബൈൽ ചാർജ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് വരെ ടെൻഷനില്ല. നമുക്കറിയാം ഇന്ന് ഈ മൊബൈൽ ചാർജ് ഉള്ളത് കൊണ്ട് വൈകിട്ട് വരെ നോ പ്രോബ്ലം. അതുപോലെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതൊരു ബാങ്കാണ്. നമ്മളെ ചാർജ് ചെയ്ത് റെഡിയാക്കി വെക്കുക അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി. ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഇന്നത്തെ ആവശ്യമായിരിക്കത്തില്ല. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നാളെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലനം നമുക്ക് നാളെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ചെറിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ലോങ് ടൈം പ്രാർത്ഥിക്കുന്നവരായി. എന്തോ ഈ ലോങ് ടൈം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ളത്. അങ്ങനെയല്ല. ആ ഒരു അനുഭവമല്ല വേണ്ടത്. പിന്നെ നമ്മൾ കർത്താവെ അങ്ങനെ രാജ്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സഭാവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നിങ്ങളെ നടത്തുന്ന ആത്മീക നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം ചിലവഴിക്കണം. ദൈവവചനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉദാഹരണം പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം നിങ്ങൾ വായിക്കുക, അവിടെ കാണുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അങ്ങനെ നടക്കാതെ എന്നെ അങ്ങ് സൂക്ഷിക്കണമേ കർത്താവെ. എവിടെയെങ്കിലും ഞാൻ തെറ്റായ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ, റോങ് ഡിസിഷനുകൾ പോകുന്നുണ്ടെങ്കിൽ കർത്താവെ എന്നെ അവിടുന്ന് കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ലെങ്കിലും നമ്മളങ്ങ് പ്രാർത്ഥിക്കണം. ചിലർ പറയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വലിയ ഒരു ഭയങ്കര തെറ്റ. വിശപ്പില്ലായ്മ പോലെ, വിശപ്പില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാ ചെയ്യും? ശരീരം വീക്കായി പോകും. ഇതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഓർത്തോണം, പിശാച് എന്തോ പദ്ധതികൾ നമ്മളെക്കുറിച്ച് ഒരുക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പായം കിട്ടേക്കണം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിരുന്ന് സ്തോത്രം പറയണം. നമ്മൾ ആരെങ്കിലുമൊക്കെ അങ്ങ് അനുഗ്രഹിക്കണം, എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ പിന്നെ അതങ്ങ് ശീലമാകും. ഹല്ലേലൂയ. തുടക്കത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം വെച്ച് പ്രാർത്ഥിക്കണം. ഒരു പർട്ടിക്കുലർ ടൈം, ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കും. ഞാനിപ്പോൾ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. അത് അലാറം വെക്കണം. അലാറം വെച്ചിട്ട് ആ 2 മണിക്കൂർ പ്രാർത്ഥിച്ചോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് ശീലമായിക്കോളും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവരായി ഇന്ന് നീ മാറട്ടെ. പ്രാർത്ഥിക്കുന്നവൻ സ്റ്റേബിളായിരിക്കും. അവൻ പ്രതിസന്ധി കണ്ട് പേടിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദാനിയേൽ സിംഹത്തിൻ്റെ കുഴി കണ്ടിട്ടോ രാജാവ് രേഖ എഴുതിയെന്ന് കേട്ടിട്ടോ പേടിച്ചില്ല. അതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത. കാരണം പ്രാർത്ഥിക്കുന്നവൻ അറിയാം കർത്താവ് കൂടെയുണ്ട്. രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ രേഖ എഴുതിയെന്ന് കേട്ടിട്ട് ദാനിയേൽ പ്രത്യേകം പ്രാർത്ഥിച്ചോ? ഇല്ല. ദാനിയേലിനറിയാം. ദാനിയേൽ റെഗുലർലി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരുന്നു. ഇതുപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹാബിറ്റായി മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ശീലിപ്പിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കരങ്ങളെ ഉയർത്തി പറയാം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.